എല്ലാവരെയും ഈ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണിത്. കാരണം സയൻസ് നമ്മൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തുടങ്ങണോ വേണ്ടയോ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാനുള്ള ഒരു സമയമില്ല. എന്നാൽ സയൻസിന്റെ ക്ലാസ് എടുക്കണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. SCRT ഓറിയന്റ് ചെയ്തുകൊണ്ട് സയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവിഷൻ ചെയ്ത് പഠിക്കാം എന്നുള്ള രൂപത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ LPUP പരീക്ഷയുടെ മുന്നേ ഇതേപോലെ ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതില് 90% സയൻസിലെ ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് LPUP പരീക്ഷയിൽ കഴിഞ്ഞ 3 വർഷം ജോയിൻ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമായതുകൊണ്ട്, അത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് എന്താണ് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എങ്കിലും കുഴപ്പമില്ല, ഈ ഒരു കോഴ്സ് തുടങ്ങണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ കട്ടയ്ക്ക് നിൽക്കാൻ അതിന് കുറച്ച് റിസർച്ച് ടീമും കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന സമയത്ത് ധൈര്യം കിട്ടി, ഇനി അങ്ങോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ കോഴ്സ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസ് എങ്ങനെയാണ് നമ്മൾ ഈ 40 ദിവസം കൊണ്ട് ഈ ഒരു കോഴ്സിനെ വരുതിയിലാക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ഈ രൂപത്തിലാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഓഡിബിൾ അല്ലേ, കേൾക്കുന്നില്ലേ, ഓക്കെ അല്ലേ, പക്കല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ദിവസം നമ്മൾ ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ, 4ാമത്തെയും 8ാമത്തെയും ചാപ്റ്റർ ആണ് നിങ്ങളെടുത്ത് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പഠിച്ചിട്ട് വരണോ, അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ 7510116655 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പ് ഇതിന് അത്യാവശ്യമാണ്. കാരണം നമ്മളെ ഈ 1 മണിക്കൂർ ക്ലാസ്സിൽ ഈ 2 ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. മെറ്റീരിയൽസ് ഗ്രൂപ്പിൽ ഉണ്ടാവും. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ച് ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി അല്ലെ, നിങ്ങളെ ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ സമയം കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ചിലവാക്കുക. രാത്രി ഇവിടെ വന്നിട്ട് പ്യുവറായിട്ട് റിവിഷൻ ചെയ്ത് കണ്ടന്റുകൾ പഠിച്ച്, ഇവിടെ റിവിഷൻ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള തിയറി നമ്മൾ ഇവിടെ പഠിക്കും. അതൊരു ക്ലാസ് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നാളത്തെ ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ വെക്കണം കേട്ടോ. നാളെ ഈ ചാപ്റ്ററിന്റെ എക്സാമും ഞാൻ നടത്തും, ഒപ്പം ഈ ചാപ്റ്റർ പഠിച്ചിട്ടും വരണം കേട്ടോ. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ പഠിക്കും, അതിന്റെ എക്സാമും നമ്മൾ നടത്തും നാളത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ. അപ്പൊ എക്സാം ഒക്കെ വളരെ കുറച്ച് മാർക്കേ ഉണ്ടാവുള്ളൂ, 5 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് നാളത്തെ ചാപ്റ്ററും കൂടി പഠിച്ചിട്ട് വേണം വരാൻ. ഇനി നാളത്തേൽ ഫുള്ള് പഠിച്ചു തീർന്നില്ല, അതെന്ത് ചെയ്യുക, മറ്റന്നാളത്തെ എക്സാമിന് മുന്നേയും കൂടെ നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റില് നിങ്ങൾ കൊണ്ടുപോവുക. കണ്ടന്റുകൾ PDF ആയിട്ടും ക്ലാസ് ആയിട്ടും പക്ക ഇവിടെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഇനി ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കണ്ടന്റുകളിലേക്ക് പോവാണ്. പോട്ടെ. യെസ്, ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ജൂലൈ 3-ാം തീയതി ആകുമ്പോഴത്തേക്കും തീർക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 7510116655 എന്ന നമ്പറിൽ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം ആർക്കെങ്കിലും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടോ. യെസ്, ഒരു മിനിറ്റ്, ഒരു ചെറുതായിട്ട് അതിന്റെ അലൈൻമെന്റ് ഇതിന്റെ അലൈൻമെന്റ് കുറച്ച് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഓക്കെ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ആദ്യം ഞാൻ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട തിയറീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. ഈ 2 ചാപ്റ്റർ പഠിച്ചായിരുന്നോ? ശ്രുതി, ജാസിർ, ദീപ, യെസ്, ശ്രീന, എല്ലാം പരിചിത മുഖങ്ങളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. 2 ചാപ്റ്റർ നിങ്ങൾ നോക്കിയായിരുന്നോ? നോക്കിയാൽ കൂടുതൽ ബെറ്റർ ആണ്, നല്ലതാണ് എന്നുള്ളത് മനസ്സിലാക്കി സമയം കണ്ടെത്തി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദ്രവ്യത്തിന്റെ പ്ലാസ്മ അവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണ്?
ഞാൻ പറഞ്ഞല്ലോ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കില്ല ഈ കോഴ്സ് പോവുക കേട്ടോ. കുറച്ചൊരു റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ നല്ല കണ്ടന്റുകളിലൂടെ ആയിരിക്കും ഈ കോഴ്സ് പോവുക. ബേസിക് ആയിട്ടുള്ള ഖരം എന്താണ്, ദ്രാവകം എന്താണ്, വാതകം എന്താണ്, അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് പോവില്ല, അതിനുള്ള സമയമില്ല കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് കുറച്ച് എന്താണ് നിങ്ങളൊന്ന് നോക്കി വന്നാൽ അടിപൊളിയാവും എന്നുള്ളത് കൊണ്ട് ബേസിക് ഫാക്ടുകളൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വരിക. റിവിഷൻ ആണ് 40 ദിവസം കൊണ്ട്. പിന്നെ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 5 കൊല്ലം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അത് നമ്മൾ 40 ദിവസം കൊണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എഫേർട്ട് കൂടുതൽ എടുക്കണം. ഇനി LDC-കാരാകുമ്പോൾ എന്ത് ചെയ്യാം, ഒപ്പം പോവാ, പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാൻ വീണ്ടും സമയം ഉണ്ടാവും. പക്ഷെ SCRT സയൻസിന് വേണ്ടിയിട്ട് ഈ 40 ദിവസം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല റിവിഷൻ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോ 40 ദിവസം ഒരേപോലെ പോവാ, എനർജി കുറയാതിരിക്കുക. അപ്പോ ഇതിൽ ഏത് ആൻസർ? ദ്രവ്യത്തിന്റെ പ്ലാസ്മ അവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. ദ്രവ്യം അയോണീകരിക്കപ്പെട്ട കണങ്ങളായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. അയോൺസ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണോ? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഇതാണോ? അതോ വാതകമാണോ ഏറ്റവും കൂടുതൽ ഉള്ളത്? വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണോ ഇത്? യെസ് ഓപ്ഷൻ കമന്റ് ബോക്സിൽ എല്ലാം 1ഉം 2ഉം 3ഉം ശരി എന്നുള്ളത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 3ഉം ശരിയാണ് കേട്ടോ. യെസ്, 3ഉം ശരിയാണ്. അപ്പൊ ദ്രവ്യം അയോണീകരിക്കപ്പെടുന്ന കണങ്ങൾ, അയോൺസ് ആയിട്ട് കാണപ്പെടുന്ന അവസ്ഥയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അവസ്ഥയാണ്. ഉയർന്ന ഊഷ്മാവിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇതുപോലെ PDF ഉണ്ടാവും. PDF-ൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഹാഷ് മാർക്കിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, PDF ഇമ്പോർട്ടന്റ് ആണ്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. യെസ്, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എല്ലാം ചോദ്യമൊന്നുമല്ല, ഞാൻ ഓരോ മോഡലിലുള്ള ചോദ്യങ്ങളും പിന്നെ അതിന്റെ കണ്ടന്റ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് തരണേ. ഇങ്ങനെ പോയാൽ മതിയോ, അങ്ങനെ ആക്കണോ, ഇങ്ങനെ ആക്കണോ എന്നുള്ള ഫീഡ്ബാക്ക് കൂടി എടുക്കും ഞാൻ. ഓക്കെ, അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം, മാസ് എന്ന് പറയുന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലീഡർമാൻ. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പീറ്റർ W. ഹിഗ്സ്. നേരത്തെ പോലെ അങ്ങോട്ട് വരുന്നില്ലല്ലോ ആൻസർ. ഏതാ ആൻസർ? ഏതാണ് ആൻസർ? 3ഉം ശരിയാണോ? ശ്രീജിത്ത്, ആരും ആൻസർ പറയുന്നില്ല. 1ഉം 2ഉം ശരി എന്നുള്ള ഉത്തരമാണ് വരുന്നത്. യെസ്, ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലീഡർമാൻ. ശരിയാണ്. യെസ്, ഇനി അറിയാത്തവരെ, തെറ്റിപ്പോയവര്, ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക് എന്ന പോയിന്റും ഓർത്തു വെക്കാം. അപ്പൊ നേരത്തെ നമ്മൾ 4 പോയിന്റ്സ് പഠിച്ചു, ഇവിടെ 3 പോയിന്റ്സ് പഠിച്ചു കേട്ടോ. യെസ്, ഡേവിഡ് പറഞ്ഞത് കറക്റ്റ് ആണ്. പോൾ ഡിറാക് ആണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പോൾ ഡിറാക് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, അപ്പോ 7 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇപ്പോ ചോദ്യങ്ങൾ 2 ഉള്ളെങ്കിലും 7 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. അതേപോലെ ചോദ്യങ്ങളും ഈ പറയുന്ന തിയറി ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിച്ച് പോകാം. ഓക്കെ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയാം. സ്ഥിതി ചെയ്യാനേ ഇതിനിപ്പോ സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം വേണം. ഇതെന്താണ്? ദ്രവ്യം എന്ന് പറയാം. സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് പറയാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് പറയാം അല്ലെ. ആ ദ്രവ്യത്തിൽ, ഒരു വസ്തുവിൽ എത്രത്തോളം ദ്രവ്യം അടങ്ങിയിരിക്കുന്നുണ്ട് അതിന്റെ അളവിനെയാണ് പിണ്ഡം അഥവാ മാസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് പറയാം. ഒരു വസ്തുവിൽ എത്രത്തോളം ദ്രവ്യമുണ്ട് അതിനെയാണ് നമ്മൾ പിണ്ഡം അഥവാ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ദ്രവ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 7 അവസ്ഥകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം. 5ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ
അവസ്ഥ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ക്വാർക്ക് ഗ്ലൂയോൺ പ്ലാസ്മ എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥ, ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ കേട്ടോ. അപ്പോ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂയോൺ പ്ലാസ്മ. ഇങ്ങനെ 7 എണ്ണമാണ് ഒഫീഷ്യലി. ഒന്ന് കണ്ടെത്തി, അടുത്തത് കണ്ടെത്തി, അടുത്തത് കണ്ടെത്തി എന്ന് പറഞ്ഞ് ടേം ചെയ്തിരിക്കുന്ന 7 അവസ്ഥകളാണുള്ളത്. എന്നാൽ 7 എണ്ണേ ഉള്ളോ? ഇല്ല, ഇനിയും അവസ്ഥകൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ പുതുതായിട്ട് കണ്ടെത്തിയത് ഇത് റൈഡ്ബർഗ് മാറ്റർ. 8 എന്ന് ഒഫീഷ്യൽ അല്ലെങ്കിൽ നമുക്ക് 8 എന്ന് പറയാം. പക്ഷേ 9 PSC കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു ജാൻ ടെല്ലർ മാറ്റർ. ഞാൻ പറഞ്ഞല്ലോ 7 എണ്ണമാണ് സയന്റിഫിക്കലി കണക്ക് കൂട്ടിയിട്ടുള്ളത്. 7 അവസ്ഥകളാണ്. ബാക്കി അതിനുശേഷം കുറെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ 9 എന്ന് പറയുന്നത് ഒഫീഷ്യൽ കണക്കുകളില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്തിയതിന്റെ ഇതിനനുസരിച്ച് നമുക്കൊന്ന് പഠിച്ചു പോകാം കേട്ടോ. 10ാമത്തെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. 7 വരെ അപ്പുറത്തുണ്ട്. 8 റൈഡ്ബർഗ് മാറ്റർ, 9 ജാൻ ടെല്ലർ മാറ്റർ, അത് PSC ചോദിച്ചു. 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. സെറ്റ്. ഇനിയോ അതും കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട് 11ഉം 12 ഒക്കെ വേണമെങ്കിൽ പറയാം. ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം, റിഡ്സ്ബർഗ്, പോളറൻസ്, ചെയിൻ മെൽറ്റഡ് സ്റ്റേറ്റ് എന്നിവയൊക്കെ ഇതെന്താണ് കണ്ടെത്തിയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ്. അതിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് കറണ്ട് അഫെയർ ആണ് കേട്ടോ. ഇത് കറണ്ട് അഫെയറിൽ ഉള്ളതാണ്. അതിങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ 7 വരെ എന്തായാലും പഠിക്കണം. 8ഉം 9ഉം 10ഉം എഴുതി വെക്കണം. 9 PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പൊ സ്ക്രീനിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, പഠിക്കുക. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഉണ്ടാവില്ല. NCERTയും കറണ്ട് അഫയേഴ്സും കൂടി ഇതിനകത്ത് വരും. LPUPയുടെ കറണ്ട് അഫയേഴ്സ് കൂടി നമ്മൾ ഇവിടെ എടുക്കും കേട്ടോ. യെസ്, അപ്പൊ സയൻസിന്റെ കംപ്ലീറ്റ് റിവിഷൻ കോഴ്സ് ആണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, PDF ഉണ്ടാവും. പക്ഷെ എഴുതിയെടുത്താൽ നല്ലതാണ് കേട്ടോ. എഴുതിയെടുത്താൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ചോദ്യം പഠിച്ചു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓരോന്നിനെ കുറിച്ചും വായിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഇഷ്ടംപോലെ സമയം എടുത്ത് വായിച്ചു നോക്കാം കേട്ടോ. ഖരത്തിന് നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത വ്യാപ്തം ഉണ്ട് ചോദിച്ചിട്ടുണ്ട് PSC. നിശ്ചിത ആകൃതി ഇല്ലാത്തതാണ് ദ്രാവകം. തന്മാത്രകൾക്കിടയിലുള്ള അകലം ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. ഖരത്തിൽ എന്താണ്, വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ദ്രാവകത്തിലാകുമ്പോഴോ കുറച്ച് വിട്ടുവിട്ടായിരിക്കും സ്ഥിതി ചെയ്യുക. ഇനി വാതകമാകുമ്പോഴോ വളരെ അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നിശ്ചിത ആകൃതി ഇല്ല. തന്മാത്രകൾക്കിടയിലുള്ള അകലം ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. തന്മാത്രകൾക്ക് ഗതികോർജം കൂടുതലാണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗതികോർജം കൂടുതലാണ്. ഇവിടെ ഗതികോർജം കുറവാണ്. കാരണം ഗതികോർജം ചലനം വഴിയുള്ള ഊർജ്ജമാണ് ഗതികോർജം. ഖരത്തിന് അത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഗതികോർജം കുറവായിരിക്കും. ദ്രാവകത്തിന് ഗതികോർജം കുറച്ചും കൂടെ കൂടും. സാന്ദ്രത ഖരാവസ്ഥയേക്കാൾ കുറവാണ്. സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സ്പേസിലുള്ള പദാർത്ഥത്തിന്റെ അളവല്ലേ. അപ്പൊ സാന്ദ്രത കുറവാണ്. കാരണം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, കോമൺ ബേസിക് കാര്യങ്ങൾ. ഇനി വാതകമാകുമ്പോഴോ നിശ്ചിത ആകൃതിയോ വ്യാപനമോ വ്യാപ്തിയോ ഇല്ല. തന്മാത്രകൾക്കിടയിലുള്ള അകലം വളരെ കൂടുതലല്ലേ അല്ലെ. തന്മാത്രകൾക്കിടയിലുള്ള അകലം വളരെ കുറവാണോ? അല്ല, കൂടുതലാണ് കേട്ടോ. ഓക്കെ, തെറ്റിപ്പോയതാണ്. കൂടുതലാണ്. തന്മാത്രകൾക്കിടയിലുള്ള അകലം വളരെ കൂടുതലാണ്. ആകർഷണ ബലം, യെസ്, ആകർഷണ ബലവും കുറവല്ലേ വരണ്ടേ? കൂടുതലല്ലല്ലോ, കുറവാണ് വരേണ്ടത് കേട്ടോ. യെസ്, കാരണം വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ്. തന്മാത്രകൾക്കിടയിലുള്ള അകലം എന്താണ്? കൂടുതലാണ് കേട്ടോ. യെസ്, അതൊന്ന് തിരുത്തി പഠിക്കണേ. PDF-ൽ നമുക്ക് തിരുത്താം. തന്മാത്രകൾക്കിടയിലുള്ള ഗതികോർജം വളരെ കൂടുതലാണ്. കാരണം എന്താണ്? യെസ്, ഗതികോർജം കൂടുതലാണ്. കാരണം ഗതികോർജം ചലനം വഴി കിട്ടുന്ന ഊർജ്ജമാണ്. അതിങ്ങനെ ചലനം കൂടുതലായിരിക്കും. അപ്പൊ ഗതികോർജം കൂടുതലായിരിക്കും കേട്ടോ. ഈ 2 പോയിന്റുകളെ യെസ് ഒന്ന് തിരുത്തണേ. തന്മാത്രകൾക്കിടയിലെ അകലം വളരെ കൂടുതലാണ്. ആകർഷണ ബലം വളരെ കുറവാണ് ഉണ്ടാവുക കേട്ടോ. വ്യാപനം കൂടുതലാണ് കേട്ടോ. വ്യാപനം കൂടുതലാണ്. ഓക്കെ, യെസ്. അപ്പോ നിശ്ചിത ആകൃതി ഇല്ല, വ്യാപ്തമില്ല,
നിശ്ചിതാകൃതിയും വ്യാപ്തവും ഉള്ളതാണ് ഏത്? ഖരം. ദ്രാവകത്തിന്റെ ആകൃതി എങ്ങനെയായിരിക്കും? സ്ഥിതി ചെയ്യുന്ന പദാർത്ഥത്തിന്റെ ആകൃതി ആയിരിക്കും ദ്രാവകത്തിന് കേട്ടോ. സ്ഥിതി ചെയ്യുന്ന, അത് ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സ്ഥിതി ചെയ്യുന്ന പദാർത്ഥത്തിന്റെ ആകൃതിയായിരിക്കും ദ്രാവകത്തിന് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിയാൽ മതി, ഈ ആകർഷണവും പിന്നെ എത്രത്തോളം ഗതികോർജം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടാവുന്നതാണ് അല്ലെ. ഖരാവുമ്പോ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, പദാർത്ഥങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ്, ഗതികോർജം കുറവാണ് അല്ലെ. യെസ്. ഇനി സാന്ദ്രത കൂടുതലാണ്, കാരണം യൂണിറ്റ് സ്പേസിലുള്ള പദാർത്ഥത്തിന്റെ അളവാണ് സാന്ദ്രത, അത് കൂടുതലാണ്, കിട്ടൂലേ. ഇനി ദ്രാവകമാകുമ്പോഴോ യെസ്, തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടി, ഗതികോർജം കുറച്ചും കൂടി കൂടി, സാന്ദ്രത കുറഞ്ഞു അല്ലെ. യെസ്, അങ്ങനെ കിട്ടും. ഇനി വാതകമാകുമ്പോഴോ ആകർഷണ ബലം ഒട്ടുമില്ല, അപ്പൊ ഗതികോർജം കൂടും, പദാർത്ഥങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞു 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 വരും അല്ലെ. യെസ്, അത് കിട്ടൂലേ. യെസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യുക, ആ ചിത്രം നോക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇനി പ്ലാസ്മയെ കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരിക നമുക്ക്, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല മുന്നേ. ഇപ്പൊ നമ്മളൊന്ന് നോക്കി പോകും കേട്ടോ. ആദ്യമായി തിരിച്ചറിയുന്നത് സർ വില്യം ക്രൂക്സ് ആണ് 1879. GKR വ്യാപനം കൂടുതൽ വാതകത്തിലാണ് കേട്ടോ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പേര് നൽകിയത് ഇർവിബ്ലാങ് മോൾ. ആരാണ്? ഇർവിബ്ലാങ് മോൾ. ഈ തിരിച്ചറിഞ്ഞത്, പേര് നൽകിയത്, കണ്ടെത്തിയത്, ഇതൊരു കൺഫ്യൂഷൻ ആണ് ശരിക്കും അല്ലെ. പക്ഷെ PSC നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാറും ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോ പ്ലാസ്മ എന്ന് പറയുന്നത് ആദ്യമായി തിരിച്ചറിഞ്ഞത് വില്യം ക്രൂക്സ് ആണ്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ്. പ്ലാസ്മ എന്ന പേര് നൽകിയത് ഇർവിബ്ലാങ് മോൾ ആണ്. പ്രപഞ്ചത്തിൽ 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ്, തന്മാത്രകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിൽ, തന്മാത്രകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്, ഏറ്റവും ക്രമരഹിതമായ അവസ്ഥയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്വതന്ത്രമായ ചാർജ് കണങ്ങളുടെ കൂട്ടം ഉയർന്ന താപനിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഉയർന്ന താപനിലയിലാണ്, ക്രമരഹിതമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 99% ദ്രവ്യവും ഇതാണ്. കാരണം 99% എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ ഈ ഭൂമി, ഇവിടെയുള്ള വെള്ളം, ഇവിടെയുള്ള കല്ല്, ഖരം, ഇതൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരണ്ട. സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നൽ, തീജ്വാല, ഫ്ലൂറസന്റ്, നിയോൺ ബൾബ്, ഇതിലൊക്കെ എന്താണ്? യെസ്. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇവിടെയുള്ള സൗരയൂഥത്തിലെ കണങ്ങളൊക്കെ അധികവും പ്ലാസ്മ സ്റ്റേറ്റിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയധികം പ്ലാസ്മ സ്റ്റേറ്റിലുള്ളത്. തീജ്വാല പ്ലാസ്മ സ്റ്റേറ്റ് ആണ്, നോട്ട് ദി പോയിന്റ്. മിന്നൽ പ്ലാസ്മ സ്റ്റേറ്റ് ആണ്, നോട്ട് ദി പോയിന്റ്. ഫ്ലൂറസന്റ് ട്യൂബ്, നിയോൺ ബൾബ്, ഇതൊക്കെ പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന പോയിന്റ് സ്പെഷ്യലി ഓർത്തു വെക്കാം. ഓക്കെ, സെറ്റല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പദാർത്ഥത്തിലെ തന്മാത്രകൾ തമ്മിൽ അകലം ഏറ്റവും കുറവുള്ളത് ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ, ഉത്തരം പറ. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഖരത്തിലാണ്. സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ആകൃതി കിട്ടുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്രാവകമാണ് അല്ലെ. പദാർത്ഥത്തിലെ തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഏറ്റവും കുറവുള്ളത് ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പഠിച്ചത്രയും വെച്ച് നോക്കി പറയുകയാണെങ്കിൽ പദാർത്ഥങ്ങൾ ക്രമരഹിതമായി ഏറ്റവും കൂടുതൽ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പഠിച്ചത്രയും നോക്കുകയാണെങ്കിൽ, യെസ്, ഇപ്പൊ നമ്മൾ പഠിച്ചത്രയും നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത് പ്ലാസ്മയല്ലേ കേട്ടോ. പ്ലാസ്മയിലാണ് കേട്ടോ, പ്ലാസ്മയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച 4 എണ്ണം നോക്കുകയാണെങ്കിൽ വളരെയധികം ക്രമരഹിതമായിട്ട് സ്വതന്ത്രമായിട്ട് കിട്ടുന്നത് ഏതാണ്? അയോണീകരിക്കപ്പെട്ട സ്വതന്ത്രമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം നോക്കുമ്പോൾ വാതകം. ഓക്കെ, പ്ലാസ്മയും കൂടി ഉണ്ടെങ്കിൽ പ്ലാസ്മ അല്ലേ? ശ്രീകല, ഡേവിഡ്, സുജ. ഇനി ഞാൻ ഖരം, ദ്രാവകം, വാതകം, ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാലേ നമ്മളെ ക്ലാസ് തീരുമ്പോഴത്തേക്കും ഇനി അവസ്ഥകൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പൊ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുവോ? PDF നോക്കി വായിച്ചു നോക്കുവോ? നോക്കാമോ? യെസ്. എന്നിട്ട് ഞാൻ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? പോളിടാം. ഗ്രൂപ്പിൽ പോളിടാം. ഓക്കെ, നാളെ ഉച്ച വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം? പോളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. യെസ്. ഇനി നിങ്ങൾക്കായിട്ട് ഒരു ചോദ്യമാണ്. ഒരേ സമയം ചാലകമായും വൈദ്യുത വിരോധിയായും പ്രവർത്തിക്കാൻ കഴിയുന്ന ദ്രവ്യാവസ്ഥ ഏതാണ് എന്ന് വിഷയം. ഒരേ സമയം ചാലകമായും വൈദ്യുത വിരോധിയായും പ്രവർത്തിക്കാൻ കഴിയുന്ന ദ്രവ്യാവസ്ഥ ഏതാണ് എന്ന് വിഷയം. ഇതിന്റെ ആൻസർ അറിയാമോ? നല്ല ചോദ്യമാണ്. ഒരേ സമയം ചാലകമായിട്ടും പ്രവർത്തിക്കും, വൈദ്യുത വിരോധിയായിട്ടും, വൈദ്യുതി കടത്തിവിടുന്ന ചാലകമായിട്ടും പ്രവർത്തിക്കും, വൈദ്യുത വിരോധിയായിട്ടും പ്രവർത്തിക്കും. അത് ഏത് ദ്രവ്യത്തിന്റെ അവസ്ഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൻസേഴ്സ് വരുന്നുണ്ട്. ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഏതാ ലോക്ക് ചെയ്യണ്ടേ? ആൻസർ ജാൻ ടെല്ലർ മെറ്റൽ ആണ് കേട്ടോ. ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ജാൻ ടെല്ലർ മെറ്റൽ 9ാമത്തെ ആണെന്ന് PSC ഓൾറെഡി ചോദിച്ചതാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊക്കെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരേ സമയം ചാലകമായും വൈദ്യുത വിരോധിയായും പ്രവർത്തിക്കാൻ കഴിയുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാൻ ടെല്ലർ മെറ്റൽ എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം കേട്ടോ. യെസ്. അടുത്ത നിങ്ങൾക്ക് തിയറി കേട്ട് ബോറടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ഇങ്ങനെ തരും. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ബോറടിക്കാതെ ചോദ്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ തിയറിയിലേക്ക് പോകും. അങ്ങനെ മിക്സ് ചെയ്ത് പോകും കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. താഴ്ന്ന മർദ്ദത്തിലും താപനിലയിലും പദാർത്ഥത്തിലെ ആറ്റങ്ങൾ ഖരമായും ദ്രാവകമായും കാണപ്പെടുന്ന അവസ്ഥയാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. ശരിയാണോ? റാങ്ക് മേക്കിംഗ് ഇതിനകത്ത് ഉണ്ടാവണല്ലോ അല്ലെ? ഏതാണ്? ശരിയാണോ? യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ, സൗണ്ട് കൂട്ടി കഴിഞ്ഞ് നിങ്ങൾ ചീത്ത പറയുന്നേ പ്ലീസ്. ഇവിടെയുള്ള വൈഫും ഉമ്മയൊക്കെ 5 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നടന്നിട്ടില്ല. അതൊരു ഇതിലുള്ളതാണ്, നമ്മൾ ചെയ്യാം. അപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. ആണോ? യെസ്, അത് ശരിയാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉയർന്ന മർദ്ദത്തിലും താപനിലയും, നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക്. ഉയർന്ന മർദ്ദത്തിലും, മർദ്ദം കൂടുമ്പോഴാണ് ആ താപനിലയിലും പദാർത്ഥത്തിന്റെ ആറ്റങ്ങൾ ഖരമായും ദ്രാവകമായും കാണപ്പെടുന്ന അവസ്ഥയാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ് കേട്ടോ. യെസ്, ഓക്കെ, ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. അപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണെന്ത്? ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും പദാർത്ഥത്തിന്റെ ആറ്റങ്ങൾ ഖരമായും ദ്രാവകമായും കാണപ്പെടുന്ന അവസ്ഥയാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ചെയിൻ മെറ്റൽ സ്റ്റേറ്റ് കേട്ടോ. അപ്പൊ ഉയർന്ന മർദ്ദമാണ്, താഴ്ന്ന മർദ്ദമല്ല. അപ്പൊ ചെയിൻ മെറ്റൽ സ്റ്റേറ്റ് നമ്മൾ എത്രാമത്തെ ആയിട്ടാണ് പഠിച്ചത്? ചെയിൻ മെറ്റൽ സ്റ്റേറ്റ് എത്രാമത്തെ ആയിരുന്നു? എണ്ണം നോക്കുകയാണെങ്കിൽ ഇവിടെ 11, 12, 13, 14 കേട്ടോ. ചെയിൻ മെറ്റൽ ഏറ്റവും അവസാനമായിട്ട് കണ്ടെത്തിയതാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ് കേട്ടോ. ലേറ്റസ്റ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. യെസ്, ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഖരമായും ദ്രാവകമായും കാണപ്പെടുന്നതാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. ഇത് ശരിക്കും കറണ്ട് അഫെയർ ആണ്. ഫിസിക്സിലെ കറണ്ട് അഫെയർസിൽ പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്, പക്ക കിട്ടിയില്ലേ? അപ്പോ ഒരേ സമയം ചാലകമായും വൈദ്യുത വിരോധിയായും പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പോയി എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? സമയം എടുത്ത് വായിച്ച് ചെയ്താൽ മതി. ശരിയായവ ഏതൊക്കെ? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശ വർഷമാകുന്നു. യെസ്,
നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ശരിയാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പാർസക്ക് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 3.26 പ്രകാശ വർഷം അകലെയാണ് കേട്ടോ. അപ്പൊ ഇതിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്. ഈ ക്ലാസ്സിൽ സ്പീഡ് കൂടുതലുണ്ടെന്നുള്ള അഭിപ്രായം ഞാൻ സ്വീകരിക്കില്ല കേട്ടോ. കാരണം ഈ സ്പീഡിലെങ്കിലും പോയില്ലെങ്കിൽ ഇത് എവിടെ എത്തൂല. അപ്പൊ ഇത് 3ഉം ശരിയാണ് കേട്ടോ. ആ 3 പോയിന്റ്സും പഠിച്ച് വെക്കാം. ഓക്കെ, 3 പോയിന്റ്സും പഠിച്ചു വെക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും സൗകര്യത്തിന് വേണ്ടി ചെറിയ യൂണിറ്റുകളാക്കി സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോൺ, നാനോമീറ്റർ എന്നിവയും പലതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാടുണ്ട്. ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലെ. അതിന്റെ അടിസ്ഥാന യൂണിറ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതെങ്ങനെയാണ്? പ്ലാറ്റിനം, ഇറിഡിയം, പ്ലാറ്റിനത്തിന്റെ 90%, ഇറിഡിയത്തിന്റെ 10% എന്നിവയുള്ള ലോഹസങ്കരം. ഇതൊക്കെയാണ് പ്ലാറ്റിനത്തിന്റെ 90%. അതായത് ഇപ്പൊ 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കണക്കില്ലേ, ഈ 1 കിലോ ആരാ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് പ്ലാറ്റിനം ഒരു 90% എടുക്കുന്നു, ഇറിഡിയം ഒരു 10% എടുക്കുന്നു. എന്നിട്ട് അതിന്റെ ഒരു ലോഹസങ്കരം ഉണ്ടാക്കിയിട്ട് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1 കിലോ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഓരോരോ കാര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ വ്യക്തിത്വമാണ്, നമ്മളെ ചിന്തയാണ്. അതേപോലെ ഈ 1 കിലോ എന്ന് പറഞ്ഞാൽ ആരാ ഉണ്ടാക്കിയത്? അത് ഈ ഫ്രാൻസിലെ അളവ് തൂക്ക ബ്യൂറോയില് 90% പ്ലാറ്റിനവും ഇറിഡിയം 10% കൂട്ടിച്ചേർത്തിട്ട് ഒരു ലോഹസങ്കരം ഉണ്ടാക്കി. ഇത് രണ്ടും കൂടെ കുഴച്ചിട്ട് ഒരു ലോഹസങ്കരം ഉണ്ടാക്കി. അതുകൊണ്ട് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിന്റെ മാസാണ് 1 കിലോഗ്രാം. ഇതുപോലെയാണ് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് 1 കിലോഗ്രാം ആയിട്ടുള്ളതിന്റെ അടിസ്ഥാന യൂണിറ്റ്. അപ്പൊ ഈ 1 കിലോഗ്രാം എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിലെ അളവ് തൂക്ക ബ്യൂറോയാണെന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും ഇതിന്റെ ബേസിക് യൂണിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി മാസ് അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആയ കിലോഗ്രാം കൂടാതെ ചെറുതും വലുതുമായ മറ്റു ചില യൂണിറ്റുകളും ഉണ്ട്. മില്ലിഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, അല്ലെ, ക്വിന്റൽ ഉണ്ട്, ടൺ ഉണ്ട്, അല്ലെ. നിങ്ങൾക്ക് അറിയാം, ഇത് PSC എപ്പോഴോ ചോദിച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? എന്റെ തല അവിടെ പ്രശ്നമാവുന്നുണ്ടോ? ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1/10⁻⁶ കിലോഗ്രാം ആണ്. അതായത് 10⁻⁻6 കിലോഗ്രാം ആണ് ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത്. ഇനി 10⁻³ കിലോഗ്രാം ആണ്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഒരു ഗ്രാം കിട്ടുക. അതായത് 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. ഇനി ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോയാണ് ഒരു കിൻഡൽ. നീ ഇങ്ങനെ തടിച്ച് ഒരു കിൻഡൽ ആവുമല്ലോ എന്ന് പറയാറുണ്ട്. 100 കിലോ അല്ലെ. ഒരു ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം ആണ് ഒരു ടൺ എന്ന് പറയുന്നത്. അറിയില്ലേ? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതായത് നമ്മള് 500 ഗ്രാം, 250, 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ എന്ന് പറയുമ്പോൾ എന്തായി? 1000 ഗ്രാമായി. ഇനി 6 പൂജ്യം ഉള്ളത് എത്രയാ? 1, 10, 100, 1000, 10000, ലക്ഷം വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. 10⁻⁶ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇത് ഒരു മില്ലിഗ്രാം. കിൻഡല് പിന്നെ 100 കിലോ, 1000 കിലോ, ഒരു ടണ്ണ്. സെറ്റല്ലേ? ഇതെവിടെയാണ് ഇതിന്റെ ബേസിക് യൂണിറ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഫ്രാൻസിലെ ബ്യൂറോയിൽ. അതിൽ ഏതൊക്കെ മൂലകങ്ങളാണുള്ളത്? പ്ലാറ്റിനവും ഇറിഡിയവും ചോദിച്ചിട്ടുണ്ട് എപ്പോഴും. അങ്ങനെയാണ് 1 കിലോഗ്രാമിന്റെ ബേസിക് യൂണിറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ നീളത്തിന്റെ ബേസിക് യൂണിറ്റ് മീറ്റർ ആണ്. പിന്നെ വെയിറ്റിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് എന്നിപ്പോ നമ്മൾ പഠിച്ചു. പിന്നെ അതിലുള്ള കുറച്ച് വകഭേദങ്ങളും കുറച്ച് അഡീഷണൽ ഫാക്ട്സും ഡിസ്കസ് ചെയ്തു. ക്ലിയർ? ഓക്കെ അല്ലെ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? നീളത്തിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് മീറ്റർ, നമ്മൾ പഠിച്ചു. അടിസ്ഥാന യൂണിറ്റ് SI യൂണിറ്റ് ആണ് നമ്മൾ മീറ്റർ പഠിച്ചത്. SI യൂണിറ്റുകൾ അപ്പുറത്ത് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പാർസക് ആണോ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണോ, പ്രകാശ വർഷമാണോ, ഫെർമി ആണോ ഇതിൽ ഏറ്റവും വലുത്? പപ്പ. യെസ്, ഏതാണ് ഇതിൽ ഏറ്റവും വലുത്? ഇതിൽ ഏറ്റവും വലുത് പാർസക് ആണ് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് പാർസക് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പാർസക് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, അതൊക്കെ വരുന്നുണ്ട്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇതിന്റെ പ്രതീകം എസ് ആണ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം. ഓക്കെ, ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ 1/864000 ഒറ്റ 10 100 1000 10000, അതായത് 86,400 ഭാഗമാണ് ഒരു സെക്കൻഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്, ശരിയാണ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനമായിട്ട് കണക്കാക്കുന്നത്. PSC ചോദിച്ച ചോദ്യമാണ്, ശരിയാണ്. യെസ്, ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ ഇത്രയും ഭാഗമാണ് ഒരു സെക്കൻഡ്, അതും PSC ചോദിച്ചതാണ്. എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നാളെ എക്സാം 9 മണിക്ക് ഉണ്ടാവും, അപ്പോഴത്തേക്കും പഠിച്ച് സെറ്റ് ആയിട്ട് വരിക. ഓക്കെ കേട്ടോ. യെസ്, ഇതൊക്കെ പഠിക്കണേ. ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഇനി ഇതൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാണ്, കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അടിസ്ഥാന അളവുകളും അതിന്റെ SI യൂണിറ്റും. ഓക്കെ, നീളത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, പ്രതീകം M. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, പ്രതീകം kg. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, S എന്നുള്ളതാണ് അതിന്റെ പ്രതീകം. ഒന്ന് വായിക്കാമോ? വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ A. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്, K എന്ന് റെപ്രസെന്റ് ചെയ്യും. താപനില ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും, പക്ഷെ കെൽവിൻ ആണ് SI യൂണിറ്റ്. പദാർത്ഥത്തിന്റെ അളവ് മോളാണ്. പ്രകാശ തീവ്രത കാൻഡല CD എന്ന് റെപ്രസെന്റ് ചെയ്യാം. യെസ്, SI യൂണിറ്റ് ബേസിക് യൂണിറ്റ് 7 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് അല്ലെ. പിന്നെ ഇതിൽ നിന്ന് ഡിറൈവ്ഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് യൂണിറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം. യെസ്, താപനിലയുടെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്ത് പഠിക്കണേ, കെൽവിൻ ആണ്. ഓക്കെ, യെസ്, CD കാൻഡല. പിന്നെ നമുക്കറിയാം ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചുള്ള അളവ് തൂക്ക സമ്പ്രദായമാണ്, അളവ് സമ്പ്രദായമാണ് SI യൂണിറ്റ്, സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെ. സിസ്റ്റം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് SI. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നതിനുള്ള 3 രീതികളാണ് CGS, MKS, FPS അല്ലെ. MKS സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ്. MKS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീറ്റർ കിലോഗ്രാം സെക്കൻഡ് കേട്ടോ, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, അതാണ് MKS. അതിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് SI എന്ന് പറയുന്ന ഈ യൂണിറ്റ് കേട്ടോ. അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് SI. അതിൽ 7 യൂണിറ്റുകളാണ് ബേസിക് ആയിട്ടുള്ളത്. ഓക്കെ, യെസ്, 7 യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി PSC ചോദിക്കാറുള്ള യൂണിറ്റുകളെ ഒരുപാട് ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മില്ലി ബാർ അല്ലെങ്കിൽ mmHg, ഇതൊക്കെ മർദ്ദത്തിന്റെ യൂണിറ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ദൂരമാണെങ്കിലും സ്ഥാനാന്തരമാണെങ്കിലും യൂണിറ്റ് മീറ്റർ ആണ്. ദൂരം എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം, ഇങ്ങനെ 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 ഇതൊക്കെ ദൂരങ്ങളാണ്. എന്നാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ട്രൈറ്റ് ലൈൻ പാത്ത് വിത്ത് ഡയറക്ഷൻ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ദൂരം എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇല്ലാതെ ഒരു പൊസിഷനിൽ നിന്ന്, ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് എൻഡിങ് പൊസിഷനിലേക്കുള്ളതാണ് ദൂരം. സ്ഥാനാന്തരം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ പാത്ത് ബിറ്റ്വീൻ ദി മീൻ പൊസിഷൻ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനിലേക്കുള്ള സ്ട്രൈറ്റ് ലൈൻ പാത്ത് വിത്ത് ഡയറക്ഷൻ ആണ് ഏത്? ഈ പറയുന്ന സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടിന്റെ യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ. പ്രവേഗം, വേഗത,
മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊക്കെ അപ്പുറത്ത് ചലനമൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. യൂണിറ്റ് നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ബെല്ലടിക്കും. അപ്പൊ മർദ്ദത്തിന്റെ യൂണിറ്റ് എടുത്ത് പഠിക്കണേ, പാസ്കൽ, മില്ലിബാർ, HG. ദൂരം സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ, പ്രവേഗത്തിന്റെ വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ത്വരണത്തിന്റെ യൂണിറ്റോ അതായത് ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. താപോർജ്ജമാണെങ്കിൽ ജൂളാണ്, പ്രവൃത്തി ഊർജ്ജമാണെങ്കിൽ ജൂളാണ്, വൈദ്യുത ചാർജ് ആണെങ്കിൽ കൂളോമാണ്, യന്ത്രങ്ങളുടെ പവർ ആണെങ്കിൽ കുതിരശക്തിയാണ്. ഒരു HP എന്ന് പറയുന്നത് 746 വാട്ടാണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് എ പവർ എന്ന് ഏതൊരു ചളി സിനിമയിൽ കൊടുത്തിട്ടില്ലേ? ഇന്റർവ്യൂവിന് ചോദിക്കുന്ന സമയത്ത് പവറിന്റെ യൂണിറ്റ് എന്ന് ചോദിക്കുമ്പോ വാട്ട് ചോദിക്കും. കറക്റ്റ്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ, വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് സിമെൻസ് ആണ്, ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡെസിബൽ ആണ്, കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ് എന്ന് പഠിച്ചു. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് പഠിക്കണം. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കൂലേ? നിങ്ങൾ നല്ല പിള്ളേരല്ലേ? വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത ബോറടിക്കുമ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ വായിച്ചു നോക്കി ചെയ്യാം. നാളെ ഒരു 12 മണി വരെ ഇത് പഠിച്ചോളാം, എന്നിട്ട് അടുത്ത പഠിക്കാം. അപ്പൊ ചിലപ്പോൾ തീരൂല. അപ്പൊ നമ്മൾ മറ്റന്നാളെ 12 മണി വരെ ഇത് സമയമുണ്ട് നാളത്തെ പഠിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അങ്ങനെ തീരുള്ളൂ. പിന്നെ ഏതെങ്കിലും ദിവസം ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾ മറന്നേക്കുക. അത് പിന്നെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, ഒപ്പം പോവാം. അത് ശ്രദ്ധിക്കണേ. ഇപ്പൊ നാളെ എന്റെ അമ്മായിയുടെ മോളുടെ കല്യാണമാണ്, എന്തായാലും പഠിക്കാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ PSC കലണ്ടറിൽ നിന്ന് 40 ദിവസത്തെ കലണ്ടറിൽ നിന്ന് നിങ്ങൾ മറന്നേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് 41ാമത്തെ ആയിട്ട് നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക. അപ്പൊ LPUPക്കാർക്ക് 4 കല്യാണം മാക്സിമം കൂടാൻ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന്റെ അപ്പുറത്തേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡബിൾ എഡീഷൻ നിങ്ങൾ പഠിച്ച് പോകേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതില് എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. പ്രപഞ്ചത്തിന്റെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ, അതും ശരിയാണ്. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലീഡർമാൻ. പഠിച്ചു വെക്കാം, ലിയോൺ ലീഡർമാൻ. എല്ലാം ശരിയാണ്. 4 പോയിന്റുകൾ അഡീഷണലി കിട്ടുന്നു. പക്ക സെറ്റ് കിട്ടിയില്ലേ? ഇത് വളരെ തുടക്കക്കാരുണ്ടെങ്കിൽ ഇത്രയൊക്കെ പഠിക്കാണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷേ ഹിഗ്സ് ബോസോൺ കറണ്ട് അഫയേഴ്സിലെ പുലി. ഹിഗ്സ് ബോസോൺ അന്തരിച്ചത് 2024 ഏപ്രിൽ 8-നാണ്. ഹിഗ്സ് ബോസോൺ മരണപ്പെട്ടു, അതും കൂടെ പഠിച്ചു വെക്കണേ. 2024 ഏപ്രിൽ 8-ന് അന്തരിച്ച ഹിഗ്സ് ബോസോൺ കണിക കണ്ടുപിടിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ചത്. ഹിഗ്സ് ബോസോൺ കണിക കണ്ടുപിടിച്ച് ഹിഗ്സ് ബോസോണിനെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, ഞാൻ തോന്നുന്നു പറയാൻ വന്നല്ലോ. അപ്പൊ ഏറ്റവും തുടക്കക്കാർ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുടെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഇതിലെ ഒരു 60% നിങ്ങൾ ഈ സമയമാകുമ്പോഴത്തേക്ക് പഠിക്കേണ്ടിയിരുന്നു. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇരുന്ന് പഠിച്ച് അവർക്കൊപ്പം ഓടിയെത്തണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒട്ടും കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ ഓടിയെത്താവുന്നുള്ളൂ. മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഓടിയെത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്വാർട്സ് കണ്ടുപിടിച്ചത് മുറേ ഗെൽമാൻ ആൻഡ് ജോർജ് സ്വിക്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സൂര്യനിലെ നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. ക്വാർക്കുകൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ഹാഡ്രോൺ. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ആണ് പ്രോട്ടോൺ. ഓക്കെ,
യെസ്. അപ്പൊ ക്വാർക്ക് എന്താ? പ്രപഞ്ചത്തിന്റെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ക്വാർക്കുകൾ കൂടിച്ചേർന്നതാണ് ഹാഡ്രോൺ. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോൺ. കിട്ടുന്നുണ്ടോ? വഴി കിട്ടുന്നുണ്ടോ? ഒരു പദാർത്ഥത്തിലെ ഊർജവാഹകരാണ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. മുറേ ജെൽമാനാണ് ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത്. വളരെ ഉയർന്ന താപനിലയിലും ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ക്ലോർക്ലുഗോൺ പ്ലാസ്മ. ഹാഡ്രോൺ കണങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്വാർക്കുകൾ ചേർന്നാണ്. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യുന്ന കണമാണ് ഗ്ലൂവോൺസ്. ഡീറ്റെയിൽ ആണ്, ഡീപ്പാണ്, പക്ഷേ റാങ്ക് മേക്കിംഗ് ആണ്. ഓക്കെ, പഠിച്ചു വെക്കാം. PDF ഗ്രൂപ്പിൽ ഉണ്ടാവും കേട്ടാ. പഠിക്കൂലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ? ആഹാ. ദ്രാവകം ഖരമായി മാറുന്നതിനെ ഘനീഭവിക്കൽ എന്ന് വിളിക്കുന്നു. വാതകം ഖരമായി മാറുന്നതിനെ ഘനീഭവിക്കൽ എന്ന് വിളിക്കുന്നു. വാതകം ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. ഖരം വാതകമായി മാറുന്നതിനെ ഉത്പതനം എന്നും പറയുന്നു. സിമ്പിൾ അല്ലേ? എന്താ കമന്റ് വരാത്ത? കുറച്ചധികം ഡിലേ ഉണ്ടോ? ഞാനും നിങ്ങളും യെസ്. ദ്രാവകം ഏതാ ആൻസർ? ദ്രാവകം ഖരമാകുന്നതിനെ ഘനീഭവിക്കൽ എന്ന് പറയുന്നു. യെസ്. വാതകം ഖരമാകുന്നതിനെയും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ഘനീഭവിക്കലാണ്. നമ്മൾ പെട്ടെന്ന് ഒന്ന് ഘനീഭവിക്കലാണെങ്കിൽ രണ്ട് ഘനീഭവിക്കലാവില്ലല്ലോ എന്ന് ചിന്തിക്കും അല്ലെ? പക്ഷേ ദ്രാവകം ഖരമാകുന്നതിനെ ഘനീഭവിക്കൽ എന്ന് പറയുന്നു. വാതകം ഖരമാകുന്നതിനെയും ഘനീഭവിക്കൽ എന്ന് പറയുന്നു. വാതകം ദ്രാവകമാകുന്നതിനെ സാന്ദ്രീകരണം എന്ന് വിളിക്കുന്നു. ഖരം വാതകമാകുന്നതിന് ഇത് പിന്നെ എല്ലാവർക്കും അറിയാം. 4 പിന്നെ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ C ആദ്യം വിട്ടു അല്ലെ? പക്ഷെ ഇവിടെ ആൻസർ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. യെസ്, സിമ്പിൾ ആണ്. കണ്ടാലേ യെസ് സിമ്പിൾ ആയിട്ട് വരും. യെസ്. അപ്പോ യെസ്, വാതകം ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. ശരിയല്ലേ? ആണല്ലോ. യെസ്, വാതകത്തെ സാന്ദ്രീകരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളമാക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ 1 2 3 4 ശരിയാണ് കേട്ടോ. അല്ല എതിരഭിപ്രായങ്ങളും കാര്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം കേട്ടോ. യെസ്. അടുത്തത്, അപ്പൊ അവിടെ എല്ലാം ശരിയാണ്. ഇനി ഇതാ സിമ്പിൾ ചോദ്യം. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. സിമ്പിൾ. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? യൂണിവേഴ്സൽ സോൾവെന്റ് ലായകം എന്നറിയപ്പെടുന്ന ഏതാ? യെസ്, അത് ജലമാണ് അല്ലെ? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ ഓക്കെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണെന്ന് പഠിച്ചു നോക്കാം. ക്രോമാറ്റോഗ്രഫി. ആൻസർ PSC ചോദിച്ച ചോദ്യമാണ്. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ക്രോമാറ്റോഗ്രഫി കേട്ടോ. യെസ്. ഇനി ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് പോകുമ്പോൾ വികസിക്കാത്ത പദാർത്ഥം ഏതാണ്? ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് പോകുമ്പോൾ വികസിക്കാത്ത പദാർത്ഥം ഏതാണ്? വെള്ളം, കാസ്റ്റിറോൺ, അലുമിനിയം, ടൈപ്പ് മെറ്റൽ. ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് പോകുമ്പോൾ വികസിക്കാത്ത പദാർത്ഥം. വെള്ളം വികസിക്കും, കാസ്റ്റിറോൺ വികസിക്കും, അലുമിനിയം വികസിക്കും. പക്ഷേ വികസിക്കാത്തത് ടൈപ്പ് മെറ്റൽ ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, ടൈപ്പ് മെറ്റൽ ആണ്. ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് പോകുമ്പോൾ വികസിക്കാത്ത പദാർത്ഥം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് മെറ്റൽ ആണ്. ടൈപ്പ് മെറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഡ്, ടിന്ന്, ആന്റിമണി എന്നിവയുടെ ഒരു അലോയ് ആണ് ഈ പറയുന്ന ടൈപ്പ് മെറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ലെഡ് 50 മുതൽ 86% ലെഡ് ആണ്.
11 മുതൽ 30% വരെ ആന്റിമണിയാണ്, 3 മുതൽ 20% വരെ അതിനകത്ത് ഏതാണ്, ടിന്നാണ് കൊടുത്തിരിക്കുന്നത്. നല്ല റിസർച്ച് ഉണ്ട് ഇതിനകത്ത് അല്ലെ. അപ്പൊ ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് പോകുമ്പോൾ വെള്ളം വികസിക്കും, കാസ്റ്ററോൺ വികസിക്കും, അലുമിനിയം വികസിക്കും എന്ന് പഠിച്ചു നോക്കാം. ടൈപ്പ് മെറ്റൽ വികസിക്കില്ല. അതിലുള്ള ഘടകങ്ങൾ ഏതാണെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓക്കെ ആണോ? പഠിക്കണേ നാളത്തേക്ക്. അപ്പൊ ഒരേ ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നിലധികം ലീനങ്ങളെ തിരിച്ചറിയാൻ, വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതായിരുന്നു? ക്രോമാറ്റോഗ്രഫി. നമ്മൾ പഠിച്ചതാണ് കേട്ടോ. യെസ്, ഓക്കെ. ഇനി PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഉത്പതനത്തിന് വിധേയമാകാത്ത വസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്ന് വിഷയം. ഉത്പതനത്തിന് വിധേയമാകാത്തത് 3 വിധേയമാവും, 1 വിധേയമാകില്ല. ഏതാണത്? CRT ഞാൻ പറയുന്നു, അടിവരയിട്ട് പറയുന്നു, LDC പരീക്ഷ സിമ്പിൾ ആവില്ല. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആവാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ പഠിക്കണം. ഒപ്പം എന്ത് ചെയ്യാം? നമ്മളെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് പഠനം നമ്മൾ കൊണ്ടുപോകണം അല്ലെ. ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഗിയർ മാറ്റണം. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഉൽപ്പന്നത്തിന് വിധേയമാകാത്ത വസ്തുക്കൾക്ക് ഉദാഹരണം പാറ്റ ഗുളിക, അയഡിൻ, മഗ്നീഷ്യം, പൈറോക്സിൻ, കർപ്പൂരം. സിമ്പിൾ ആയിട്ട് അയഡിൻ ആവും, പാറ്റ ഗുളിക ആവും. യെസ്, ഓക്കെ. യെസ്, പിന്നെ കർപ്പൂരമാകുമെന്ന് നമുക്കറിയാം അല്ലെ. ബി സി എന്ന് ആൻസർ പറഞ്ഞത്. സി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഇത് നോക്കിയിട്ടായിരിക്കും, ഇത് ABCD എന്ന് എടുത്തിട്ടായിരിക്കും നിങ്ങൾ സി പറഞ്ഞത് അല്ലേ. യെസ്, ABCD നിങ്ങൾ ഇത് പറഞ്ഞിട്ടായിരിക്കും. ഇതല്ല ആൻസർ, ഇതാണ് ആൻസർ കേട്ടോ. അപ്പൊ 3 മാത്രം എന്നുള്ളത് ആൻസർ നോക്കുമ്പോൾ ബി ആണ് ആൻസർ. അതൊരു വലിയ കുറെ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഇപ്പൊ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ABCD ആയിട്ട് എടുക്കുന്നുണ്ട്, അത് ഓപ്ഷനിൽ നോക്കും. അങ്ങനെയല്ല കേട്ടോ. ഇതിൽ പാറ്റ ഗുളിക, നാഫ്തലിൻ ഉത്പന്നത്തിന് വിധേയമാകുന്നുണ്ട്, അയഡിൻ ഉത്പന്നത്തിന് വിധേയമാകുന്നുണ്ട്, കർപ്പൂരം ഉത്പന്നത്തിന് വിധേയമാകുന്നുണ്ട്. 3 ഇല്ല. അപ്പൊ ഇവിടെ സി അല്ല നോക്കേണ്ടത്, 3 മാത്രം എന്നുള്ള ഓപ്ഷനാണ് നോക്കേണ്ടത്, ബി കേട്ടോ. യെസ്, അപ്പോ മഗ്നീഷ്യം, പൈറോക്സിൻ ആണ് വിധേയമാകാത്തത് എന്ന് പഠിച്ചു നോക്കാം. സെറ്റല്ലേ? യെസ്. ഇനി ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു. ഐസ് ചൂടാക്കി ജലമായി മാറുക എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ഐസ് എന്താവുന്നു? കുറച്ച് അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. കണികളുടെ ഊർജം കൂടുന്നു. ശരിയല്ലേ? ശരിയാണ്. കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു. ശരിയല്ലേ? ചിത്രം നോക്കിയാൽ മതി. ശരിയല്ലേ? ശരിയാണ്. കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ശരിയല്ലേ? ശരിയാണ്. കണികളുടെ ചലനം കുറയുന്നു. ശരിയാണോ? അല്ല, ചലനം കൂടുന്നു. കണികകളുടെ ചലനം കൂടുന്നു കേട്ടോ. യെസ്, ഓക്കെ. കൂലി വർക്കിന്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഇത് അല്ലേ? യെസ്. അപ്പോ എല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പൊ 1, 2, 3 ഇവിടെ ശരിയാണ്. ചലനം, കണികളുടെ ചലനം കുറയുന്നു എന്നുള്ളത് തെറ്റാണ്, കൂടുന്നു എന്നുള്ളതാണ് ശരി. സൗണ്ട് കൂടുന്നു. ഓക്കെ. യെസ്. അപ്പോ അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്തത്, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയം ഏറെ പരസ്പരം ഡാഷ് എന്ന് വിളിക്കുന്നു. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയം ഏറെ പരസ്പരം കലരുന്നതിന്, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ പരസ്പരം കലരുന്നതിനെ എന്ത് വിളിക്കുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്ത് വിളിക്കുന്നു? യെസ്, അതിനെ വ്യാപനം എന്ന് വിളിക്കുന്നു കേട്ടോ. വ്യാപനം. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയം ഏറെ പകരുന്നതിനെ എന്ത് വിളിക്കുന്നു? വ്യാപനം എന്ന് വിളിക്കുന്നു കേട്ടോ. വ്യാപനം എന്ന് വിളിക്കുന്നു. സിമ്പിൾ ആണ്. യെസ്. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ സ്വേദനവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സ്വേദനവുമായി ബന്ധപ്പെട്ട് വായിച്ചു നോക്കിയേ.
മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ ബാഷ്പീകരണ ശീലമില്ലാത്തതുമായാൽ സ്വേദനം വഴി അവയെ വേർതിരിക്കാം. ശരിയാണോ? ശരിയാണ്. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ തിളനിലയിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിക്കാം. SCERT നന്നായിട്ട് വായിച്ചാക്കി കിട്ടുള്ളൂ. ചെറിയ വ്യത്യാസം പോരാ, വലിയ വ്യത്യാസം ഉണ്ടെങ്കിലാണ് വേർതിരിക്കാൻ സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പൊ ഇത് തെറ്റാണ്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോൺ തിളനില 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം ഉപയോഗിക്കാം. ശരിയാണ്. തിളനിലയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ 3 കൃത്യമായി അറിയുന്നവർക്ക് 3 വെച്ചിട്ട് 2ലേക്ക് പോകാമായിരുന്നു. അപ്പൊ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലാണ് വേർതിരിക്കാൻ സാധിക്കുക സ്വേദനം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ വലിയ വ്യത്യാസം. അപ്പോ സ്വേദനം എന്താണെന്ന് മനസ്സിലായി. ഒരു ഉദാഹരണം പഠിച്ചു. വലിയ വ്യത്യാസം വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കി. സെറ്റല്ലേ? യെസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റുമുള്ള ടെസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കുന്ന ടെസ്റ്റിൽഡ് വാട്ടർ, യെസ്, അത് നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം വഴിയാണോ, സ്വേദനം വഴിയാണോ, സെൻട്രിഫ്യൂഗേഷൻ വഴിയാണോ, ക്രോമാറ്റോഗ്രഫി വഴിയാണോ? യെസ്, കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലൊക്കെ മറ്റും ഉപയോഗിക്കുന്ന ടെസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വേദനമാണ് എന്ന് പഠിച്ചു കേട്ടോ. ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് അല്ലെ? ഓക്കെ, ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന പ്രക്രിയ സ്വേദനം എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിൽ മറ്റും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന പ്രക്രിയ സ്വേദനമാണ് എന്ന് പഠിച്ച് വെക്കാം. ഓക്കെ, സ്വേദനമാണ് എന്ന് പോയി എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്. കുറച്ചും കൂടി ചോദ്യങ്ങളുണ്ട്. യെസ്, അത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. മീൻസ് അത് PDF ആയിട്ട് തരാം. കാരണം സൗണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകാൻ നോക്കുന്നുണ്ട്. അവരെ പോകാതെ പിടിച്ച് നിർത്തണം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പറ? അതായത് നിങ്ങൾ ആ 2 ചാപ്റ്റർ പഠിച്ച് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു റിവിഷൻ കിട്ടുമോ ഇല്ലയോ, എന്തെങ്കിലും മാറ്റം വരുത്തണോ? നിങ്ങൾ പറ. കുറച്ചും കൂടി ഉണ്ട്. അതെന്ത് ചെയ്യാണ്? PDF-ല് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ നമ്മൾ PDF ഇടും. എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് PDF ഇടും. ഇന്ന് മുതലേ നാളെ ഉച്ചവരെ സമയമുണ്ട്. അതിന്റെ ഇടയിൽ വായിച്ചു നോക്കിക്കോളാം. രാത്രി പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് നാളത്തെ ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വരണം കേട്ടോ. യെസ്, നാളത്തെ ചാപ്റ്റേഴ്സ് കൂടി പഠിച്ചിട്ട് വരണം, നോക്കിയിട്ട് വരണം. യെസ്, അപ്പൊ പോയിന്റ്സ് പക്ക ആയിരിക്കും. പക്ക റിവിഷൻ അല്ലേ? ഓക്കെ, സന്തോഷം. യെസ്, ഓക്കെ, യെസ്, സെറ്റാണ്. അപ്പൊ ഇതുപോലെ പോയവരെ നാളെ വായിച്ചിട്ട് വരിക. നാളെ ഇത് ഇന്ന് കഴിഞ്ഞ ചാപ്റ്റർ പഠിക്കണം. നാളത്തേക്കുള്ളത് നിങ്ങൾ വായിച്ചാൽ മതി. എന്നിട്ട് നാളെ എന്ത് ചെയ്യാം? അത് പഠിക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിക്കാം കേട്ടോ. ഇന്ന് തന്നെ ഫുള്ളായിട്ട് പഠിച്ചിട്ട് ഇന്ന് ക്ലാസ്സിൽ ഫുള്ള് പരീക്ഷ എന്നുള്ള രൂപത്തില് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ കോഴ്സ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി സയൻസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും ഇതിനകത്തുള്ള ഫുള്ള് ക്ലാസ് എടുക്കാൻ ഞാൻ ശ്രമിക്കുക. പക്ഷേ ഹെൽത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് സൗണ്ട് എടുത്താൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ദിവസങ്ങളിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രവീണ എന്ന് പറയുന്ന ഒരു മിസ്സിന്റെ ക്ലാസ്സുകൾ കൂടി ഉണ്ടാവും. പിന്നെ നമുക്ക് വേറെ ടീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ പരമാവധി നമുക്ക് തന്നെ എടുക്കാം. ഇല്ലാത്ത ദിവസങ്ങൾ വേറെ ടീച്ചേഴ്സ്. പക്ഷെ പോയിന്റുകൾ ഇതേപോലെ പക്കയായിരിക്കും. അപ്പൊ പിന്നെ ആരെടുത്താലും കുഴപ്പമില്ല, ഞാനില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. കണ്ടോ, എന്റെ ഹെൽത്തിന്റെ ഇഷ്യൂ ഇതാക്കിയിട്ട് ഏതോ ആയുർവേദ ഡോക്ടറാണ് ക്ലാസ്സിലുള്ളതാണ് സാറേ. പിന്നെ എന്തായിരുന്നു ഒരു പേര്? ഇരട്ടി മധുരം ചൂർണ്ണം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അത് ഡോക്ടറോട് ചോദിക്കട്ടെ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ സൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അത് ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് റെസ്റ്റ് എടുത്താൽ മാറുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോ എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെ നോക്കാം കേട്ടോ. അപ്പൊ പോയിന്റുകൾ ഇങ്ങനെ ആവുമ്പോ ക്ലാസ് എടുക്കുന്നതേ ആരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെ എടുക്കും. പരമാവധി നമ്മൾ അടിപൊളിയായിട്ട് സയൻസ് പഠിക്കും കേട്ടോ. അത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ 7510-116655 ജോയിൻ ചെയ്യാം കേട്ടോ. കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം?
നിങ്ങൾക്ക് LP UP ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇന്ന് 8 പേര് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുന്നവരാണെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തു. ക്ലാസ് ഇഷ്ടമാണേ, ക്ലാസ് ഇഷ്ടമുണ്ട്, കഴിഞ്ഞ കൊല്ലമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം. അതേപോലെ നിങ്ങൾക്ക് കമ്പൈൻ ആണെങ്കിൽ ഫീസ് നിങ്ങൾ നോക്കണ്ട. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇത്രയും സമയത്തേക്കുള്ള ഒരു ഫീസ് നമ്മൾ ഇട്ടൊരു ഫീസാണ് കേട്ടോ. ഇനി നിങ്ങൾ ഒരു 10 പേരുണ്ട് അല്ലെങ്കിൽ ഒരു 5 പേരുണ്ട്, അപ്പൊ ഫീസ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഫീസ് ഇല്ലാതെ ഇവിടെ ഭിന്നശേഷിക്കാരായ എല്ലാവരും ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഞാൻ കൺസിഡർ ചെയ്യാതിരുന്നിട്ടില്ല കേട്ടോ. അപ്പൊ അത് നമുക്ക് കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഫീസിന്റെ കാര്യം കൊണ്ട് മാത്രം നിങ്ങളെ സുഹൃത്തുക്കളോ നിങ്ങളോ ഒരു കോഴ്സിലും പച്ചവെള്ളത്തിൽ ജോയിൻ ചെയ്യാതിരിക്കരുത് കേട്ടോ. യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് 10 മണിയുടെ ക്ലാസ് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. പിന്നെ വേറെ ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിലൊക്കെ ക്ലാസ്സുകൾ ചെയ്യാം 10 മണിക്ക്. യെസ്, പിന്നെ ഈ ക്ലാസ് ചില ദിവസങ്ങളിൽ 12:30 ഉണ്ടാവും കേട്ടോ. ഉച്ചയ്ക്ക് 12:30 ഉണ്ടാവും. ചില ദിവസങ്ങളിൽ രാത്രി നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് രാത്രി ചെയ്യണം എന്നുള്ള ദിവസങ്ങളിൽ 12:30 ഉണ്ടാവും. നാളെ പോയോ നിങ്ങൾ? നാളെ ഈ ക്ലാസ് 8 മണിക്കായിരിക്കും ഉണ്ടാവുക കേട്ടോ. വൈകിട്ടത്തെ ക്ലാസ് 8 മണിക്കായിരിക്കും ഉണ്ടാവുക. ഓരോ ദിവസം ഓരോ സമയമാണെന്ന് അങ്ങനെയൊന്നും ചോദിക്കരുത്. ചില ദിവസങ്ങളിൽ 12:30, അത് ഞാൻ മായ്ച്ചു കളഞ്ഞു, അത് എപ്പോഴെങ്കിലും ഉള്ളൂ. നാളെ നമുക്ക് 9 മണി മുതൽ 11 മണി വരെ ഒരു മെന്റൽ ട്രെയിനിങ്ങിന്റെ ഒരു ക്ലാസ് ഉണ്ട്. പരീക്ഷാ ഹാളിൽ എങ്ങനെ സജ്ജമാകണം എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അത് സാറിന്റെ ഡേറ്റ് 9 മുതൽ 11 വരെയാണ്. അതുകൊണ്ട് ഈ ക്ലാസ് 8 മണിക്കായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. എല്ലാ ദിവസങ്ങളിലൊക്കെ 9 മണി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.